ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ ഓടി വരട്ടെ. സ്തോത്രം. ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്ന സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒക്കെയുള്ളൊരു ഒരു ഭാഗമാണ് യേശു ചെയ്ത ആദ്യ അത്ഭുതം, അല്ലേ? ആമേൻ. ഒന്നാമത്തെ അത്ഭുതം വളരെ സുപരിചിതമായ ഭാഗമാണ്. ആമേൻ. ഞാൻ തന്നെ എത്ര വട്ടം ഇത് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഇന്ന് വരെ പറയാത്ത ചിലത് പറയാൻ ഞാൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയാണ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. ആമേൻ. അവർ വാക്കോളം നിറച്ചു. സ്തോത്രം. ഇന്നലെ രാത്രി നമ്മൾ ഇതിന്റെ പശ്ചാത്തലം മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതിലോട്ട് കയറുകയാണ്. സ്തോത്രം. ഒരു ദിവസം ഈ കുടുംബത്തിനകത്ത് വന്ന ശൂന്യത. ആമേൻ. സമയമായില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടും മറിയ ശുശ്രൂഷക്കാരോട് ചെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവണ്ണം ചെയ്യും. ഇന്ന് പകൽ കർത്താവ് എന്തു പറഞ്ഞാലും ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, കർത്താവ് പറയുന്നത് നീ കേട്ടാൽ ഇന്ന് പകൽ അത്ഭുതം നിന്റെ വീട്ടിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു രാത്രി, ഈ പകൽ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊരു വാക്ക് കൂടി ഞാനിവിടെ ആവർത്തിക്കുന്നു. സ്തോത്രം. ഒരുവന്റെ വീട്ടിനകത്ത് അത്ഭുതം വരുന്നെങ്കിൽ ആമേൻ, ആ വ്യക്തിയെയോ ആ കുടുംബത്തെയോ കണ്ടിട്ടല്ല, ആ വീട്ടിനകത്ത് യേശു ഉള്ളത് കൊണ്ട് അത്ഭുതം വന്നേ. ആമേൻ. അങ്ങനാണെങ്കിൽ ഈ 7-ാം മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നമ്മുടെ ഭവനത്തിനകത്ത് ചില അത്ഭുതങ്ങൾ വരാൻ പോകുകയാണ്. കാരണം നിന്റെ വീട്ടിനകത്ത് യേശു ഉള്ളത് കൊണ്ട്, നിന്റെ കുടുംബത്തിനകത്ത് യേശു ഉള്ളത് കൊണ്ട്, നിന്റെ തലമുറയിൽ യേശു ഉള്ളത് കൊണ്ട് ഇത് പകൽ അത്ഭുതം നിന്റെ വീട്ടിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്നാൽ അത്ഭുതങ്ങളുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമ പ്രകാരം, അല്ലെങ്കിൽ അതനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, തുരുത്തിയില സാധാരണഗതിയിൽ വീഞ്ഞ് നിറയ്ക്കുന്നേ. പക്ഷേ സ്തോത്രം, എന്റെ കർത്താവ് കണ്ടത് കൽപാത്രത്തെയാണ്. ആമേൻ. തുരുത്തികൾ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. ആമേൻ. സ്തോത്രം. എന്നാൽ എന്റെ കർത്താവ് അവിടെ ചില കൽപാത്രങ്ങളെ അവൻ കാണാൻ ഇടയായി. ആമേൻ. ഇന്ന് പകൽ മനസ്സിലാക്കുക. സ്തോത്രം. നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബത്തിൽ എത്രയോ നല്ല തുരുത്തികൾ ഉണ്ടായിരുന്നിട്ട വെറും കൽപാത്രങ്ങളായിരുന്ന നമ്മെ അവൻ ഇന്നലകളിൽ കണ്ടത് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ നമുക്കെല്ലാം പറയാനൊരു ഡേറ്റ് ഉണ്ടാകും. എൻ്റെ കർത്താവ് എന്നെ കണ്ട ഒരു ദിവസമുണ്ട്. എൻ്റെ കർത്താവ് എന്നെ കണ്ട ഒരു ദിവസമുണ്ട്. ഞാനൊരു കൽപാത്രമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്ന എന്നെ എൻ്റെ യേശു കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ കൽപാത്രം ഉപയോഗിക്കുന്നത് യഹൂദന്റെ കാല് കഴുകാനാ, യഹൂദന്റെ കാലിലെ പൊടി കഴുകി കളയാനാ. ശുദ്ധീകരണ നിയമത്തിനനുസരിച്ച് ഇന്നലകളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ കൽപാത്രത്തെ ആരും കാണാതിരുന്നപ്പോ, ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോ, എല്ലാവരും അവഗണിച്ചു മാറ്റി വച്ചിരുന്നപ്പോ യേശു ഈ കൽപാത്രത്തെ കണ്ടു. അല്ലേ? ആമേൻ. പലരും ഈ കൽപാത്രത്തെ കണ്ടില്ല, പലരും ഈ കൽപാത്രത്തെ അന്വേഷിച്ചില്ല, പലരും ഈ കൽപാത്രത്തെ ശ്രദ്ധിച്ചില്ല. പക്ഷേ യേശു ഈ കൽപാത്രത്തെ ശ്രദ്ധിച്ചു. ആമേൻ, 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 ആമേൻ. ഓരോ കൽപാത്രത്തിന്റെ മേളിലും എന്റെയും നിങ്ങളുടെ പേര് എഴുതുകയാണ്. ഓരോ കൽപാത്രങ്ങളുടെ പേരിലും ആമേൻ നമ്മുടെ പേരിനെ ഞാൻ എഴുതുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ആ കൽപാത്രത്തെ കണ്ട യേശു ഇന്ന് പകൽ അവൻ നമ്മെ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. സ്തോത്രം. തുരുത്തി ഇരിക്കുന്നത് അകത്ത, കൽപാത്രം ഇരിക്കുന്നത് പുറത്താ. അകത്തിരിക്കുന്നത് സൗകര്യമാണ്, പുറത്തിരിക്കുന്നത് ഇച്ചിരി പ്രയാസമാണ്. ഇന്ന് പകൽ എനിക്കറിയില്ല കർത്താവ് ആരോടോ പറയുന്നു, ചില പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഇന്നു പകൽ കർത്താവ് ചെയ്യാൻ പോവാ. എല്ലാ അനുകൂലമായ സാഹചര്യത്തിൽ ഇരിക്കുന്ന തുരുത്തിയല്ല, നിനക്ക് പറയാൻ ഇന്ന് ഒത്തിരി അസൗകര്യങ്ങളുണ്ട്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പന്തിയിലിരിക്കുന്ന യേശുവിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ അകത്തിരിക്കുന്ന തുരുത്തിയിലാ സൗകര്യം. പക്ഷേ ലോകത്തിന് അത് സൗകര്യമാ. പക്ഷെ ഇന്ന് പകൽ ലോകത്തിന്റെ സൗകര്യമത്തിനല്ല, ലോകത്തിന്റെ സൗകര്യം നോക്കിയല്ല, ആമേൻ, എല്ലാം അസൗകര്യമായ ചില കാര്യങ്ങളിൽ, അസൗകര്യം എന്ന് പറയുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് പകൽ അവൻ അത്ഭുതം. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അടുത്ത ദൂത് ദൈവാത്മാവിനോട് പറയുന്നു. ഞാൻ ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു വിടട്ടെ. അടുത്ത ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ നിമിഷങ്ങൾ വരെ യഹൂദന്റെ കാലിലെ പൊടി കഴുകാൻ ഉപയോഗിച്ചിരുന്ന ഈ കൽപാത്രത്തെ ആമേൻ യഹൂദന് കുടിക്കത്തക്കവണ്ണം വീഞ്ഞാക്കി തീർക്കാൻ ഈ കൽപാത്രത്തെ എന്റെ കർത്താവ് ഉപയോഗിച്ചതുപോലെ ഇന്ന് പകൽ ഇന്നലകളിലെ നീ ഇരുന്ന സ്ഥിതിയിൽ നിന്ന് സ്തോത്രം, സ്തോത്രം. ഇച്ചിരി കൂടി തെളിച്ചു പറഞ്ഞാൽ, ശുദ്ധീകരണ നിയമത്തിന്റെ കെട്ടിൽ കിടക്കുന്ന നിന്നെ ഇന്ന് പകൽ ആ കെട്ട് പൊട്ടിച്ച് എന്റെ കർത്താവിന്റെ അത്ഭുതത്തിന് വേണ്ടി ഈ പകൽ പുറത്തെടുക്കുന്നത്. സ്തോത്രം. എനിക്കറിയില്ല, കർത്താവ് ശക്തമായി പറയുന്നു, ഏതോ ചില നിയമത്തിന്റെ കുരുക്കിനകത്ത്, ഏതോ ചില വിഷയത്തിന്റെ കുരുക്കിനകത്ത്, ഏതോ ചില വ്യക്തികൾ നിനക്ക് ചുറ്റും വരച്ച ഒരു ബൗണ്ടറിക്കകത്ത് നീ ഒതുക്കി പൊതുക്കപ്പെട്ട് കിടക്കുമ്പോ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഞാൻ അതിനകത്തുനിന്ന് നിന്നെ പുറത്തെടുത്ത് ഒരു അത്ഭുത വിഷയമാക്കി, ഒരു അത്ഭുത വിഷയമാക്കി. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചേ. ശക്തി
ശക്തിയുടെ ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് പകല് ശുദ്ധീകരണ നിയമപ്രകാരം, ശുദ്ധീകരണ നിയമം അനുസരിച്ച് കിടക്കുന്ന ഇന്നലകളിൽ ഉപയോഗിക്കപ്പെട്ട നിന്നെ എന്റെ ദൈവം ഇന്നു പകൽ മറ്റൊരു തലത്തിലേക്ക്, ഓ ഹല്ലേലൂയ, ആരും ചിന്തിച്ചിട്ടില്ലാത്തവണ്ണം, ആരും ചിന്തിച്ചിട്ടില്ലാത്തവണ്ണം നിന്നെ ഉപയോഗിക്കത്തക്ക തലത്തിലേക്ക് ദൈവം നിന്നെ മാറ്റുന്ന ഒരു മണിക്കൂറാക്കി. സ്തോത്രം. നിങ്ങളെല്ലാവരും കേൾക്കണം. യഹൂദന്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഇവനെ ഇതിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, വീഞ്ഞ് നിറയ്ക്കാൻ കൊള്ളത്തില്ല. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഭർത്താവ് പറയുന്നു, പലതിനും നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയവർ നോക്കി നിൽക്കേ. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ ഇതിന് കൊള്ളത്തില്ല, നിന്നെ ഇതിന് കൊള്ളത്തില്ല എന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞു. ഏതോ ഒരു പരിമിതിക്കകത്ത് എന്തിനോ ഒന്നിൽ നിന്നെ ഒതുക്കി. പക്ഷെ ഇന്ന് പകൽ ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയില്ല, കർത്താവ് പറയുന്നു, പുറത്ത് കിടന്ന കൽപാത്രത്തിന്റെ മേൽ എന്റെ കർത്താവിന്റെ കണ്ണ് പറഞ്ഞതുപോലെ ചില ജീവിതങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ കണ്ണ് ഇന്ന് പകൽ, അവൻ നിന്നെ കണ്ടാൽ, അവൻ നിന്നെ നോക്കിയാൽ നിന്റെ സ്ഥിതി മാറുകയാണ്. സ്തോത്രം. ചില ശുദ്ധീകരണ നിയമം അനുസരിച്ച് നിന്നെ ഒതുക്കി വെച്ചിരുന്നത്, ചില ശുദ്ധീകരണ നിയമം അനുസരിച്ച്, മനസ്സിലാവുന്നുണ്ടോ? ചിലതിനെ അനുസരിച്ച്, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? എത്ര പേർക്ക് മനസ്സിലാവുന്നു? ചിലതിനനുസരിച്ച് നീ ഒതുക്കപ്പെട്ടിരുന്നു. പക്ഷേ കർത്താവ് അതിനെ പുറത്തെടുക്കുന്നു, കർത്താവ് അതിനെ പുറത്തെടുക്കുന്നു, അതിനകത്തു നിന്ന് പുറത്തെടുക്കുന്നു. ഇതിനെ കൊള്ളത്തുള്ളൂ, ശുദ്ധീകരണത്തിനെ ഈ കൽപാത്രത്തെ കൊള്ളത്തുള്ളൂ, വീഞ്ഞ് നിറയ്ക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് ഈ കൽപാത്രത്തെ കണ്ടു. ആമേൻ പറഞ്ഞേ. കർത്താവ് എന്ത് ചെയ്തു? ഈ കൽപാത്രത്തെ കണ്ടു. സ്തോത്രം പറഞ്ഞേ. കർത്താവ് എന്താ പറഞ്ഞേ? ഈ കൽപാത്രങ്ങളിൽ വെള്ളം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസ്സിൽ നിറഞ്ഞിരിക്കുക. ഇതിലിനി വെള്ളം തീരുമ്പോഴേ ഞാൻ മോനോട് പറയത്തുള്ളൂ നിറയ്ക്കാൻ. കൽപാത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഈ ആറും ഒഴിഞ്ഞിരിക്കുക. ഇന്ന് പകൽ അടുത്ത ദൂത് ദൈവാത്മ പറയുന്നു, ഇതിനകത്ത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ഒഴിഞ്ഞ പാത്രമായിരിക്കുന്ന ഏതെങ്കിലും കൽപാത്രങ്ങൾ ഇന്ന് പകലുണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്വീകരിക്കാനുണ്ടോ? ഇതിനകത്ത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നീ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടാണ്, നീ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒഴിഞ്ഞ പാത്രമായ നിന്നെ എന്റെ കർത്താവ് കണ്ടു കഴിഞ്ഞു. സ്വതന്ത്രം പറഞ്ഞേ. ഇനി ഞാൻ അടുത്ത ദൂത് പറയാം. കർത്താവോട് പറയുക, പറഞ്ഞേ, എപ്പോഴാ ഈ ഉപയോഗിക്കുന്നേ? ഇപ്പോ സ്തോത്രം. ആമേൻ. ഞാനിപ്പോ ശ്രീധരനോട് പറയുക, ഇതെന്റെ അടുത്തിരിക്കുക, ഈ ഡയറി എന്റെ അടുത്തിരിക്കുക. ഞാൻ പറയും, ശ്രീധരനെ ഈ ഡയറി ഒന്ന്
എനിക്കിവിടെ അടിച്ചു വാരണം. ഞാൻ സ്തോത്ര കല്ലിൽ ഷാജി പറഞ്ഞോട് പറയും, ആ ചൂലൊന്ന് എന്ത് മനസ്സിലായി? ദൂരെ ഇരിക്കുന്ന അതല്ല, എനിക്ക് കാണത്തക്കവണ്ണം ഇത് എന്റെ അടുത്തിരിക്കുക. ദൂത് മനസ്സിലായോ? നീ ഇന്ന് ശൂന്യമാ, നിന്നെ ഇതിന് കൊള്ളത്തില്ലെന്ന് പലരും പറഞ്ഞു, പലരും നിന്നെ ഒതുക്കി. പക്ഷേ എന്റെ കർത്താവിന്റെ മുമ്പിൽ നീ അവൈലബിളായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നു. ആമേൻ. ശൂന്യതയാണ്. പലരും പറയുന്നു ഇതിന് കൊള്ളത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു ഈ കൽപ്പാത്രത്തെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് അവൈലബിളായി ഈ കൽപ്പാത്രം എന്റെ മുമ്പിലുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഈ ലോകം മുഴുവൻ അവൻ ചിലതിൽ നിന്നെ ഒതുക്കിയിട്ടപ്പോഴും പക്ഷെ നീ യേശുവിന്റെ മുമ്പിൽ. ദൈവാത്മ പറയുന്നു ചില ദൈവപ്രവൃത്തിയുടെ ടൈമായി, ചില ദൈവപ്രവൃത്തിയുടെ നാഴികയെത്തി. നീ അവൈലബിൾ ആണെങ്കിൽ നിന്നെ ഉപയോഗിക്കാം. പിടിച്ചോ. ഇന്ന് പകല് നീ അവൈലബിൾ ആണെങ്കിൽ എനിക്ക് അവൈലബിൾ അല്ലാത്ത തുരുത്തിയേക്കാൾ എനിക്ക് ആവശ്യം ഈ കൽപ്പാത്രത്തെയോ. ഇവിടെ ഉണ്ടോ നിന്നെ കാല് കഴുകാനേ കൊള്ളത്തുള്ളെന്ന് പറഞ്ഞ് നിന്നെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചില്ല പലരും, അല്ലേ? ശരിയല്ലേ? സ്തോത്ര. ആമേൻ. ചില നിയമത്തിന്റെ ചിലതിന്റെ അനുസരിച്ച് നിന്നെ ചിലതൊക്കെ ഒതുക്കി വെച്ചില്ലേ? പക്ഷെ യേശു നോക്കിയപ്പോ നീ അവൻ അവൈലബിൾ ആണ്. ഹലോ ഉണ്ടോ? ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവിന്റെ ദൃഷ്ടിയുടെ റേഞ്ചിനകത്ത് നീ ഉണ്ടെങ്കിൽ ടൈം എത്തുമ്പോ പിന്നെ വൈകത്തില്ല, നാഴിക എത്തുമ്പോ പിന്നെ വൈകത്തില്ല. നീ അവൈലബിൾ ആണെങ്കിൽ നാഴിക എത്തുന്നു, നാഴിക വരുന്നു. ദൈവപ്രവൃത്തിയുടെ നാഴിക എത്തി, അത്ഭുതത്തിന്റെ സമയമെത്തി. This is miracle time in the name of Jesus. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, അവൈലബിൾ ആണോ? ഒന്ന് ചോദിച്ചേ അവൈലബിൾ ആണോ? ഉണ്ടോ? കർത്താവിന്റെ മുമ്പിലുണ്ടോ? അതിന്റെ അർത്ഥം അതാ. നീ മുമ്പിലുണ്ടോ? കർത്താവിന്റെ മുമ്പിലുണ്ടോ? അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ സമയമെത്തുമ്പോൾ വേറൊരുത്തനെ അവൻ അന്വേഷിക്കില്ല. നിന്നിലേക്കായിരിക്കും ആ പകർച്ച, നിന്നിലേക്കായിരിക്കും ആ ദൈവം ഉപയോഗിക്കാൻ പോകുന്നേ. ഇതല്ലേ ഒരിക്കൽ കർത്താവ് ചെയ്തേ? ഒരിക്കൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പാസ്റ്റർ പറയുക, ഇവർ 3 ദിവസം ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥനയാ. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുവാ, ഇവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിക്കാൻ. സ്വോത്രം പറഞ്ഞേ. നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. പത്രോസും അന്ത്രയോസും ഫിലിപ്പോസൊക്കെ ചെന്നിട്ട് യൂദാസിനെ കൊണ്ടുപോവാ. അറിയാ കാരണം എന്റെ ഭാഷ പറഞ്ഞാൽ ഈ ജീസസ് മിനിസ്ട്രീസിന്റെ അക്കൗണ്ടന്റ് ആരാ? യൂദാസാ. പുള്ളി ഗൂഗിൾ പേ ഒക്കെ എടുത്തിട്ട്
ബാലൻസ് ചെക്ക് ചെയ്തു. അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തപ്പോ പുള്ളി പണ്ട് അബ്രഹാം ഗുണിച്ച് കരിച്ചു നോക്കിയതുമായിട്ട് ഗുണിച്ച് കരിച്ചു നോക്കി. എത്ര ഗുണിച്ചും കരിച്ചു നോക്കിയിട്ട് ഈ കൂടിയിരിക്കുന്ന ജനത്തിന് കൊടുക്കാണ്ട് ആഹാരം മേടിക്കാനുള്ള പണം ഇല്ല. അവൻ പറഞ്ഞേ, അപ്പോഴാ ഒരുത്തം വന്ന് പറഞ്ഞു, ഇവിടെ അടുത്ത പട്ടണത്തിലാണോ അടുത്ത ഗ്രാമത്തിലാണോ ആണോ? ടൈമില്ലെന്ന്. ടൈമായി. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ. ടൈമായി. ടൈമാകുമ്പോ നീ ഇവിടെ ഉണ്ടെങ്കിൽ, നീ മുമ്പിലുണ്ടെങ്കിൽ, ശൂന്യത കണ്ടതിന്റെ അതേ കണ്ണുകൊണ്ട് അത്ഭുതം കാണാൻ റെഡിയായിക്കോ. കർത്താവിന് അടുത്തുണ്ടായിരുന്നു. കർത്താവ് പറയുക, ഈ കൽപാത്രങ്ങളിൽ വെള്ളം അവർ വക്കോളം. ഞാൻ അടുത്ത ദൂത് പറയാൻ പോവാ. അവർ വക്കോളം വെള്ളമൊക്കെ നിറച്ചോ? എല്ലാരും വെള്ളമൊക്കെ നിറച്ചോ? പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തി കൈ കൊടുത്ത് ചോദിച്ചേ, വെള്ളമൊക്കെ നിറച്ചോ എന്ന് ചോദിക്കേ. ഒന്ന് ചോദിച്ചേ. അടുത്തത് പറയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സ്വത്രം നിറഞ്ഞിരിക്കണല്ലോ അല്ലേ? നിറഞ്ഞിരിക്കണല്ലോ. അടുത്ത കർത്താവ് എന്താ ചെയ്തേ? ഒരു 21 ഇരിക്കാം എന്ന് പറഞ്ഞോ? എനിക്ക് തന്ന എൻ്റെ അകത്തെ ആ ദൈവശക്തിയുടെ നിറവിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ടൈം എത്തിയാൽ കുറെ നാള് നീ അവിടെ ഇരുന്ന് മോസിച്ചു. എന്നാ എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നേ? അല്ലേ? ഈ നിയമത്തിന്റെ കുരുക്കി കിടക്കുക. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും പുള്ളിക്കാരൻ ഉപവാസം ഒന്നും നിർത്തിയില്ല. പുള്ളി ഒറ്റക്കിരുന്ന പ്രാർത്ഥന. ഈ 6 പേര് കൈയോട് കൈയോടുന്ന പ്രാർത്ഥനയാ. നീ അങ്ങനെ ഇരുന്നാൽ ദൈവാത്മ പറയുന്നു, ടൈം എത്തുമ്പം വാഴ്ത്തലോ സ്തോത്രമോ ഉപവാസമോ ഒന്നും വേണ്ടി വരത്തില്ല. ആമേൻ. അടുത്ത വാക്യതോ ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞത് ഉപവാസം പ്രാർത്ഥന നിർത്താനല്ല പറഞ്ഞേ. ഒരു കാലത്ത് ഒന്നും കിട്ടാത്തപ്പോഴും, ഒരു മാറ്റവും ഇല്ലാത്തപ്പോഴും, ഒരു വിടുതലും ഇല്ലാത്തപ്പോഴും നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിന്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നീ ഒരു മുടക്കവും വരുത്തിയില്ല. പക്ഷെ ഇപ്പൊ കർത്താവ് പറയുന്നു, നിന്റെ ടൈം അല്ലേ? കുറച്ച് മേളിലോട്ട്, നമ്മളിപ്പോ ഇന്ന് വായിച്ചതിന്റെ മേളിലോട്ട് വായിക്കുമ്പം മറിയയോട് യേശു പറഞ്ഞത് എന്താണ്? ശ്രദ്ധിച്ചാ മതി, വായിക്കണ്ട. യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ലായകയാൽ, അല്ലേ? ഈ അമ്മ യേശുവിൻ്റെ അടുത്ത് വന്നത് തന്നെ വീഞ്ഞില്ലാത്തോണ്ടാ, അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? എൻ്റെ നാഴിക. ആ യേശു തന്നെയല്ലേ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞേ, ഇപ്പോൾ. എന്താ? നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് മുന്നേ പറഞ്ഞെന്താ? അതേ യേശു ഇപ്പൊ പറയുന്നെന്താ?
ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്നാണോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് പോകാൻ നേരത്ത് അങ്ങനെയാണോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എനിക്കിവിടെ നിന്ന് പ്രസംഗം നടത്തി ആരാധിക്കാൻ തോന്നുക. കുറച്ചു മുമ്പ് നാഴിക എത്തയിലെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പൊ പറയാ. ഇപ്പൊ അങ്ങനെ ഏതാണ് ഏതൊക്കെ കാര്യങ്ങളിൽ ഈ പകലിപ്പോ ശക്തമായി കർത്താവാരോട് പറയുന്നു, ഇപ്പോൾ ഏറ്റെടുത്തോ. ഇപ്പോൾ 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 നിന്റെ അകത്ത് വീഞ്ഞ് വെളിപ്പെടുന്നത്, ഇപ്പോൾ നിന്റെ അകത്ത് ചില രൂപാന്തരങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ നിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ നിന്റെ അകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ നിന്റെ ശരീരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നത്, ഇപ്പോൾ നിന്റെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദൃശ്യമായ ഏതാണ്ടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ, നിന്റെ ഭവനത്തിൽ ഇപ്പോൾ ചെയ്യുമോ? കഴിഞ്ഞ രാത്രി പറഞ്ഞൊരു വാക്ക് ഇവിടെ ആവർത്തിക്കട്ടെ. ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ, അല്ലേ, ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ 5 മിനിറ്റ് എന്ന് വെക്കാം. ഒരു പൈനാപ്പിൾ ജ്യൂസോ ഒരു ഓറഞ്ചോ ഉണ്ടാക്കാൻ അതുപോലെ ഒരു 5, 10, 15 മിനിറ്റ്, അല്ലേ? പക്ഷേ ഒരു വീഞ്ഞുണ്ടാകാൻ മാസങ്ങളുടെ, വർഷങ്ങളുടെ കാലതാമസമുണ്ട്. പക്ഷെ ഇന്നു പകൽ നീ അവൈലബിൾ ആണെങ്കിൽ, കൽപാത്രമേ നീ അവൈലബിൾ ആണെങ്കിൽ, മാസങ്ങളും വർഷങ്ങളും കൊണ്ട് നടക്കേണ്ട ചിലത് within seconds പ്രാപിച്ചോ. മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. നിന്റെ സമയമെത്തി. നിന്റെ ദൂതിലേക്ക് ഞാൻ ഓടി വരട്ടെ. അവഗണിക്കപ്പെട്ട ഈ കൽപാത്രത്തെ നിന്റെ കർത്താവ് ആദരിച്ചു. സ്വതന്ത്രം പറഞ്ഞേ, അവഗണിക്കപ്പെട്ട ഈ കൽപാത്രത്തെ, മാറ്റി നിർത്തിയ ഈ കൽപാത്രത്തെ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കൽപാത്രത്തെ, ഇതിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കൽപാത്രത്തെ, നിന്റെ കർത്താവ് ആദരിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. അവിടെ നാം കാണുന്നു അവഗണിക്കപ്പെട്ട മറ്റൊന്നിനെ. എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളത്തിൽ അതിനകത്ത് നിന്നൊരു ദൂത് കർത്താവിനോട് പറയുന്നു, എതിരെയുള്ള ഗ്രാമത്തിൽ നിന്ന് ചിലത് വരാൻ പോവാ. നിങ്ങൾക്ക് ആർക്ക് വേണ്ടല്ലേ, എനിക്ക് വേണം. അതൂത് ഞാൻ എടുക്കുക. ആമേ. എതിരെയുള്ള ചിലത്, ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ചിലത് ഇന്നു മകൾ വരട്ടെ. കർത്താവ് ശിഷ്യന്മാരോട്
നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. എന്ത് ചെയ്യണം? ചെല്ലുവീൻ. സ്വന്തം പറഞ്ഞു. ഇന്ന് പകല് ഞാൻ വിശ്വസിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ചെന്ന് കാലുവയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഇച്ചിരി കയറി പറയാം, ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയുന്നത്, ചില കെട്ടുകൾ അഴിയുന്നത്. നീ ചില ഗ്രാമങ്ങളിൽ ചെന്ന് കാലുവയ്ക്കുമ്പോൾ തന്നെ, ചില പട്ടണങ്ങളിൽ ചെന്ന് കാലുവയ്ക്കുമ്പോൾ തന്നെ ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ചിലതിന്റെ കെട്ടുകൾ പൊട്ടി. സ്വതന്ത്രം പറഞ്ഞേ. ഞാനൊരു കാര്യം പറയാം. ആത്മനിയോഗത്തോടാണ് നീ നിനക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടുപൊട്ടിക്കാൻ പോയാ വേറൊരുത്തനും നിന്നെ കെട്ടിവെക്കത്തില്ല. അല്ലേ ബോസേ? നമ്മൾ ആത്മനിയോഗത്തോടെയാണ് പോയതെങ്കിൽ നീ അവിടെ കെട്ടപ്പെടത്തില്ല. ചിലതിന്റെ കെട്ടഴിച്ച് നിന്റെ സ്ഥലത്തോടെ നീ കൊണ്ടുവരും. പലയിടത്ത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ കെട്ട് പൊട്ടിക്കാൻ പോയിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യും? ഈ പൊട്ടിക്കാൻ പോയി കെട്ടപ്പെട്ടു. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഒരാള് അപ്പോസ്തലരുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരാള് ഭൂതളക്കാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് പൗലോസ് അല്ലെ, പൗലോസ് പറയുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചേ പുറത്തു വാ. സാത്താൻ പറഞ്ഞു, എടാ എനിക്ക് യേശുവിനെ അറിയാം. അല്ലേ? പൗലോസിനെ കേട്ടിട്ടുണ്ട്. നീ ആരാ? വേണ്ടുന്നില്ലല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, പുള്ളി നഗ്നനായി മുറിവേറ്റവനായി ജീവൻ കിട്ടിയത് ഭാഗ്യം. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഒരിക്കല് നാഗർകോവിലിന്റെ ഭാഗത്ത് ഒരു ദൈവദാസന്റെ ഭവനത്തിൽ പ്രാർത്ഥനയിരിക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിനകത്താണ് സഭാരാധനയും ഒത്തിരി പേര് കൂടുന്നൊരു ആരാധനയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഹാളില്ല, പക്ഷേ ആ വീട്ടിനകത്ത് ഒത്തിരി പേര് വരാറുണ്ട്, ഒത്തിരി പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്. വീട്ടിലെല്ലാ മുറിയും തുറന്നിട്ടിരിക്കും, എല്ലാ മുറിയും ആള് നിറയും. സ്വന്തം ഞങ്ങള് ശുശ്രൂഷയ്ക്ക് പോകുമ്പം ഇങ്ങനെ ഈ ഒരു വിരല് 2 വിരൽ ഊന്നിയാണ് ഇങ്ങനെ പോകുന്നത്. സ്വന്തം അത്രയ്ക്ക് ജനം ഇരിക്കും. ഒരു ദിവസം ഉച്ച സമയത്ത് ഈ ദൈവദാസന് കുടുംബത്തിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിപ്പാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുക. അല്പസമയം കഴിഞ്ഞ് കുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരാൾ വന്നിരുന്നത് ആരും ആ വീട്ടിലെ പാസ്റ്റർ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, ആരും കണ്ടില്ല. കാരണം ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദേശവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ആ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഷീറ്റിന്റെ പുറത്തെ ഇതുപോലത്തെ അല്ലാത്ത എന്താ പറയുന്നത്, സ്റ്റീൽ ഇരുമ്പ് ഷീറ്റിന് ടിൻ ഷീറ്റില് ഈ ചക്കയോ മാങ്ങയോ വീഴുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കത്തില്ലേ? കേട്ടിട്ടില്ലേ? സജീവ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഇത് വീഴുമ്പോൾ ഭയങ്കര ശബ്ദമല്ലേ? അല്ലേ? ഇതുപോലൊരു ശബ്ദം കേട്ട് ദൂത് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ വരെ ഞെട്ടി. സ്തോത്രം. എല്ലാരും ഒരുമിച്ച് ഞെട്ടി അങ്ങ് കണ്ണു തുറന്നു. കാണുമ്പോ കണ്ടത് ഇങ്ങനെയാണ്. പ്ലസ് ടുവിനെങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ. പുള്ളി പ്ലസ് ടുവിനാണെങ്കിലും അത്രയും പൊക്കമുള്ള ആരും ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ പൊക്കമുള്ളതെന്ന് എനിക്കറിയത്തില്ല. ആരാധന കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സ്വതന്ത്രം അനുഭവമല്ലേ? സ്വതന്ത്രം. അതിനേക്കാൾ ഉയരം ഈ പയ്യനുണ്ട്, ഈ ചെറുപ്പക്കാരനുണ്ട്. നല്ല ഉയരവും ഉണക്കെ ആയിട്ടുള്ള ശരീരമാണ്. സ്വതന്ത്രം. ഇവനിങ്ങനെ കാല് ഇങ്ങനെ ചരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഈ ദേശത്തിലെ ദൂത് വെളിപ്പെട്ടപ്പോ ഇവന്റെ
അകത്തിരിക്കുന്നത് അതാ. ഇവൻ ഒരൊറ്റ അടി ഈ ടൈൽസ് ആയിരുന്നു. ഈ ടൈൽസിന് അടിച്ച അടിയായി ചക്ക വീണതുപോലെ കേട്ടത്. ഈ ശബ്ദം കേട്ട ഞങ്ങൾ ഓർമ്മേ. പിന്നെ ബാക്കി നിങ്ങൾ പറയണ്ടല്ലോ. ടൈൽസിൽ പ്ലാസ്റ്റിക് ഇതുപോലത്തെ പായിട്ടിരിക്കുക. ഞാനാണെങ്കിൽ സോക്സ് ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുക. ഇവൻ പിശാചിളകി. സ്തോത്രം. ഇവൻ കറങ്ങുന്നതനുസരിച്ച് ഞാനും കറങ്ങുക. കാര്യം ഇവന്റെ ഇതുകൊണ്ടല്ല, ഈ ടൈൽസിന്റെ പുറത്ത് ഈ പ്ലാസ്റ്റിക് പായിട്ട് ഞാൻ സോക്സ് ഇട്ട് നിന്നപ്പോ എനിക്ക് കാല് ഗ്രിപ്പ് കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ കൂടുതൽ നിന്നാൽ ഞാൻ വന്ന് വീഴും. സ്തോത്രം. ഞാനങ്ങ് മാറി നിന്നിട്ട് അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. അന്നു പകൽ അവന്റെ കെട്ടുപൊട്ടി. ആളാരാന്നറിയോ? ഈ പുള്ളി ആരാന്നറിയോ? സ്വന്തം അവിടുള്ള വേറെന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അസിസ്റ്റന്റ് പാസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അസിസ്റ്റന്റ്. ഹല്ലേലൂയ. ഇവൻ എന്നും ചെന്ന് കാണുന്ന ആളെ കാര്യമാണ് ദൈവാത്മാവോട് വെളിപ്പെടുത്തിയേ. ആ സാധനം ഇവന്റെ അകത്തിരിക്കുന്നേ. അതിന്റെ അടിത്തറ ഇളകിയപ്പോ ഇവൻ വന്നത് ഈ പാസ്റ്ററോട് ചെറിയ സ്നേഹമുണ്ട്, ഈ പാസ്റ്ററോട് ചെറിയ ഇഷ്ടമുണ്ട്. ഈ പാസ്റ്റർ എന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഈ പ്രാർത്ഥനയിൽ ഇവൻ ബന്ധപ്പെട്ടത്. ജസ്റ്റ് പാസ്റ്റർ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. അങ്ങനെ വന്ന് വെറുതെ ഇരുന്നതാ. സ്വന്തം. പക്ഷേ അടുത്തുള്ള മീറ്റിങ്ങുകൾ ഞാൻ പോയപ്പോഴൊക്കെ ഈ മകനെ അവിടെ ദൈവം ഒരു മാനസാന്തരത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു, ഒരു രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പകൽ ചില കെട്ടുകൾ പൊട്ടിയാൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, സോണിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്വതന്ത്രകല്ലിയ ആ ഒറ്റ കെട്ട് പൊട്ടിയപ്പോൾ എൻ്റെ കല്യാണത്തിന്, ഞങ്ങളുടെ കല്യാണത്തിന് ആമേൻ മാറൂരുന്ന് എല്ലാവരും കാറ് പിടിച്ചിങ്ങെത്തി. സ്വതന്ത്രകല്ലിയ ഇന്ന് പകല് ചില കെട്ട് പൊട്ടിക്കാൻ നമ്മൾ പോയി അവിടെ കെട്ടപ്പെടരുത്. ആ കെട്ട് പൊട്ടിച്ച് നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരണം. കഴുതയുടെ കെട്ട് പൊട്ടിക്കാനാ ഇവരെന്ത് ചെയ്തേ? പറഞ്ഞേച്ചു, വായിച്ചേ. അതിനെ പറഞ്ഞേ, വായിച്ചേ. 2-ാം വാക്യം 11 മർക്കോസ് 11:2. ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യും? സ്വതന്ത്രം പറഞ്ഞേ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ. കഴുത ഹലോ, കഴുത പണ്ട് ഭയങ്കര ദർശനമായിരുന്നു. ഇപ്പൊ കാണുന്ന ഇറക്കി അടച്ചിരുന്നത് ഒന്നും കാണുന്നില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലുണ്ടോ? ഇന്ന് പകല് ദൈവം നിനക്കത് മടക്കി തരാൻ പോവാ. ചില കെട്ടുകൾ നീ കാണും, ചില കെട്ടുകൾ നീ കാണും. ഈ ദൂത് പ്രാപിക്കാൻ ആരുമില്ലേ? മറഞ്ഞു കിടക്കുന്ന ചില കെട്ടുകൾ നീ കാണും. ആരും കാണാത്ത കെട്ടുകൾ നിന്നെ കണ്ണുകൊണ്ട് നീ കാണും. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകക്കണ്ണുകൾ ഇന്ന് പകൽ ആത്മാവ് തുറക്കുകയാണ്. ആ ദർശനത്തിലേക്ക്, വെളിപ്പാടിലേക്ക്, ആഴത്തിലുള്ള ചില കാര്യങ്ങൾ കാണാൻ. കെട്ടിയിരിക്കുന്നത് പറഞ്ഞേ, കെട്ടിയിരിക്കുന്നത് സ്വതന്ത്രം പറഞ്ഞേ. കൈയടിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല. ഇന്നു പകൽ ചില ദർശനത്തിന്റെ ആഴങ്ങൾ തുറക്കട്ടെ, ചില വെളിപ്പാടിന്റെ കലവറകൾ ചിലർക്ക് വേണ്ടി തുറക്കട്ടെ. യെസ്,
നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നീ മുട്ടുമടക്കുമ്പോൾ തന്നെ, നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, അവൻ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില കെട്ടുകൾ നിന്റെ ആത്മ കണ്ടുകൊണ്ട് മകന് അടുത്ത ദൂത് ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. എന്താ തരുന്നേ? എന്താ തരുന്നേ? കെട്ടഴിക്കാനുള്ള അധികാരം. ആമേൻ. കെട്ടഴിക്കാനുള്ള അധികാരം. ഓ, പ്രാപിക്കാൻ പറ്റുമോ? കെട്ടഴിക്കാനുള്ള അധികാരം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വെറും പ്രസംഗം മാത്രമല്ല, ഒരു വെറും കൈയടി മാത്രമല്ല, ഇന്ന് മകൾ വിളിച്ചു പറയുന്ന ദൈവാത്മാവിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചില കെട്ടുകളെ അഴിക്കാൻ ദൈവം നിന്റെ നാവിന് അധികാരം തരികയാണ്. ചില കെട്ടുകളെ അഴിക്കാൻ നിന്റെ കരങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ്. പ്രാപിക്കാൻ ആരുണ്ടോ? പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില കൃപാവരങ്ങൾ ഈ പകൽ ജ്വലിക്കട്ടെ. നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിയപ്പെടും. ആമേൻ. സ്തോത്രം പറഞ്ഞേ. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചേ. 3-ാം വാക്യം പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇത് ചെയ്താൽ എന്ത് ചെയ്യും? ഇത് ചെയ്താൽ എന്ത് ചെയ്യും? കസേര ഇട്ടിരുന്നാണോ പറയുന്നേ? കസേര ഇട്ടിരുന്നാണോ? നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങിയാൽ ആമേൻ ചില ചോദ്യങ്ങളുമായി ചിലർ വരും. ആമേൻ. നിന്നിലെ കൃപാവരം ജ്വലിക്കാൻ തുടങ്ങിയാൽ ചില ചോദ്യങ്ങൾ എഴുന്നേൽക്കും. നിനക്ക് എതിരെ വരുന്ന ചോദ്യങ്ങൾ ജയിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ. എന്താ? കർത്താവിന് ഞാൻ അതിനെങ്ങനെ പറയാം? നീ യേശു എന്ന് പറയുമ്പോ, നീ ജീസസ് എന്ന് പറയുമ്പോ, ഇന്ന് പകൽ നിന്നോട് ചോദ്യം ചെയ്ത നിന്നെ മുടക്കാൻ നോക്കുന്ന ചിലത് ഇന്ന് പകൽ വഴിമാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ നാമം നീ ഉച്ചരിക്കുമ്പോൾ തന്നെ നീ ചെയ്യാൻ ഇറങ്ങുന്ന പല കാര്യങ്ങളെയും പലപ്പോഴായി മുടക്കാൻ വരുന്ന ചിലത്, ആഗ്രഹിക്കുന്ന അളവിൽ പലതും ചെയ്യാൻ കഴിയാതെ നിന്നെ മുടക്കിക്കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ, ചില മാനുഷിക മുടക്കങ്ങൾ ഇന്ന് പകൽ വഴിമാറുന്നു. കർത്താവ് പറയുന്നു, നാളുകൾ കൊണ്ട് പലതും മുടങ്ങി കിടക്കുന്ന നിന്റെ വീട്ടിനകത്തുള്ള ചെലവ് ഇന്ന് പകൽ അത് മാറുന്നു. സ്വതന്ത്രം പറ. പകല് ഞാൻ നിൽക്കുന്നത് തർക്കിക്കാനല്ല, ഞാൻ നിൽക്കുന്നത് ആമേ വഴക്കുണ്ടാക്കാനല്ല. എനിക്ക് പറയാനൊരു നാമമുണ്ട്. ഞാൻ നിൽക്കുന്നത് ആ നാമത്തിന്റെ പേരില. എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ നിൽക്കുന്നത് ആ നാമത്തിന്റെ പേരില. ഇന്ന് എന്റെ ദേശത്ത് ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരില. ഇന്ന് എന്റെ കുടുംബത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരില. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരില. അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ചെറുതാകട്ടെ, കേൾക്കുന്നുണ്ടോ? ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവം എന്തെങ്കിലും നന്മ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ നാമത്തിന്റെ പറ്റുമോ? പ്രതികരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ നാമത്തിന്റെ പേരിലാ. അവഗണിക്കപ്പെട്ട, ആരും കേറാത്ത കഴുതയുടെ കെട്ട് അഴിച്ചു.
അവഗണിക്കപ്പെട്ട കൽപാത്രത്തിനകത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അങ്ങനാണെങ്കിൽ ഇന്നു പകൽ എവിടെയൊക്കെയോ ആരൊക്കെയോ നിന്നെ അവഗണിച്ചിരിക്കുമ്പം കർത്താവ് ഇന്നു പകൽ പറയുന്നു, നീ അവൻ അവൈലബിൾ ആണെങ്കിൽ, നീ അവൻ്റെ അടുത്തുണ്ടെങ്കിൽ, നീ അവൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, ഇന്നു പകല് എന്തൊക്കെയോ നീ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ, നിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ, നിനക്ക് ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ലൈഫിൽ അവൻ ചെയ്യാൻ പോകുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ആരാ പറയുന്നേ? ഞാൻ പലയിടത്തും അവഗണിക്കപ്പെട്ടു, പലരും എന്നെ അവഗണിച്ചു.